ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ. നമുക്ക് ഷവർമ ആയിട്ടും അതേപോലെ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ മയോണൈസൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മിക്സ് പറഞ്ഞിട്ടെ നവായോ. ചിക്കൻ ബോൺലെസ് ചിക്കനാണ് നല്ലത്. എൻ്റെ അടുത്ത് ബോൺലെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് എല്ല് വേർതിരിച്ചെടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കുനുകുനാ ചോപ്പ് ചെയ്തെടുക്കുക. ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കുക. അതിനുശേഷം വെറും 3 സാധനങ്ങൾ മതി. ക്യാപ്സിക്കം, ക്യാരറ്റും ചിക്കനും, അതാണ് ഇതിലെ മെയിൻ ഐറ്റം. ക്യാരറ്റ് ഇതേപോലെ പീൽ ചെയ്തെടുക്കുക, വളരെ നൈസാക്കിയിട്ട് പീൽ ചെയ്തെടുക്കുക. ഞാനിവിടെ 2 ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസുള്ള 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനത് വളരെ നൈസാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. കട്ടി കുറച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ, അത് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ക്യാപ്സിക്കും ക്യാരറ്റും കൂടി അതിലിട്ടിട്ട് ഒരു ഹാഫ് വേവിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ല ക്യാരറ്റും ക്യാപ്സിക്കും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാപ്സിക്കും ക്യാരറ്റും കൂടി ഒന്ന് വെന്ത് വന്നാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കൻ പൊരിച്ച എണ്ണയിലാണ് ഇത് വേവിക്കുന്നത്. പോരാത്തിന് ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പോൾ പിന്നെ അതനുസരിച്ചിട്ട് മതി ഇത് ഉപ്പിടുക. എന്നിട്ട് ഈ വെന്ത ക്യാപ്സിക്കും ക്യാരറ്റിലേക്കും നമ്മൾ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള അത് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാനും ഇവിടെ 3 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇനി നിങ്ങൾക്ക് അത് പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, കുറച്ചുകൂടെ ചേർക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസിൻ്റെ ചെറിയ പുളിപ്പൊക്കെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ഗരം മസാല, കുറച്ച് പെപ്പർ, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് പൊറോട്ടയ്ക്കും കുബൂസുക്കും ചപ്പാത്തിക്കും ബ്രെഡിക്കും എല്ലാത്തുക്കും മാച്ച് ചെയ്ത് പോണ സംഭവമാണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി സാധനമല്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് കമൻറ്റിൽ പറയട്ടാ. അപ്പം ഇന്നത്രേ ഉള്ളൂ. ടാറ്റാ ബൈ.